ഇന്ന് ഉച്ചയോടുകൂടി പെയ്ത കനത്ത മഴയിൽ പാലക്കാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് റോബിൻസൺ റോഡാണ്. പാലക്കാട് നഗരത്തിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിൻ്റെ സ്ഥിതിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഉച്ചയോടുകൂടി പെയ്ത മഴയിൽ റോബിൻസൺ റോഡിൽ ഇപ്പോൾ പൂർണ്ണമായും വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രികർക്കെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റോബിൻസൺ റോഡിലേക്ക് ഈ വെള്ളക്കെട്ട് മാറിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇരുചക്ര വാഹന യാത്രികർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവരെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഈ വാഹനം ഈ വെള്ളക്കെട്ടിലൂടെ ഓടിച്ച് ഇപ്പോൾ വരുന്നത്. പല ആളുകൾക്കും വാഹനം ഈ വെള്ളക്കെട്ടിൽ വെച്ച് ഓഫായി പോകുന്നതും അത്തരത്തിലൊരു സ്ഥിതി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ ഒരു ഗതാഗത തടസ്സം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. ഗതാഗത കുരുക്ക് ഇപ്പോൾ ഈ റോബിൻസൺ റോഡ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് പാലക്കാട് നഗരത്തിലേക്ക് വരുന്ന റോബിൻസൺ റോഡിൽ വെച്ച് ഉണ്ടായത്. ഏതായാലും നാട്ടുകാർ ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നുണ്ട്. ഏട്ടാ, ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ കാലത്തും നഗരസഭൻ്റെ ഒരു അനാസ്ഥയാണ് ഈ ഒരു വിഷയം. ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. ഈ താഴ്ന്ന പ്രദേശത്ത് സ്വാഭാവികമായിട്ട് വെള്ളം നിൽക്കുമ്പോൾ ആ വെള്ളം പോകാനുള്ള സൗകര്യമോ മറ്റു കാര്യമോ നഗരസഭയോ ബന്ധപ്പെട്ട അധികൃതരോ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇതൊരു കുളം പോലെ കിടക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് അനാസ്ഥ തന്നെ പറയണം. നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇത് വളരെ താഴ്ന്ന ഒരു പ്രദേശമാണ്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ റോഡിൻ്റെ പുനർനിർമ്മാണം നടത്തിയത്. ആ സമയത്ത് തന്നെ നാട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ ഈ താഴ്ന്ന ഭാഗം അത് മാറ്റണം, അതിൻ്റെ എല്ലാ രീതിയിലുള്ള ന്യൂനതകളും പരിഹരിച്ച് റോഡിൻ്റെ ഉയരം കൂട്ടണം, അല്ലെങ്കിൽ മഴ പെയ്താൽ വെള്ളം ഉയരും, ആളുകൾക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് നേരത്തെ തന്നെ നാട്ടുകാർ നഗരസഭയോട് പറഞ്ഞതാണ്. പക്ഷേ ആരും ഗൗനിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യ മഴയിൽ തന്നെ വെള്ളം കയറി നാട്ടുകാർക്ക് വാഹനങ്ങൾ ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് റോബിൻസൺ റോഡ് മാറിയിരിക്കുന്നത്. ഇരുചക്ര വാഹന യാത്രികരെല്ലാം വരുന്നുണ്ട്. ഏട്ടാ, വളരെ ബുദ്ധിമുട്ടായോ? വളരെ കഷ്ടപ്പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും പണിയെടുത്തിട്ട് ഇങ്ങനെ വെറുപ്പിച്ച് എന്താ ചെയ്യുക? കുറേ കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണിത്. എന്താണിത്? എല്ലാ മഴത്തിലും ഇതേ പ്രശ്നങ്ങൾ വരുന്നു. ഇതാണ് നാട്ടുകാർ വളരെ പ്രകോപിതരായി സംസാരിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു കാര്യമെന്ന് പറയുന്നത് ദീർഘകാലമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന റോഡാണ്. അതിൻ്റെ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് നാട്ടുകാർ അറിയിച്ചതാണ് ഈ റോഡിൻ്റെ താഴ്ച പരിഹരിക്കണം എന്നുള്ളത്. പക്ഷേ ആ താഴ്ച പരിഹരിക്കാത്തത് കൊണ്ട് തന്നെ ആദ്യ മഴയിൽ തന്നെ ഈ റോബിൻസൺ റോഡിൽ വെള്ളം കയറി ഇപ്പോൾ ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇനിയും മഴ കനത്താൽ വെള്ളക്കെട്ട് രൂക്ഷമാവും. ആളുകൾക്ക് വാഹനം ഈ വഴിക്ക് അല്ലെങ്കിൽ ഈ റോഡിലൂടെ കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥയിലാകും. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അതുകൊണ്ട് തന്നെ നിരവധി രോഗികൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. ആ പ്രശ്നം നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ ഈ റോഡിൻ്റെ ഉയരം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള ആവശ്യം ഉയർത്തിയത്. പക്ഷേ അതിൽ യാതൊരു തീരുമാനവും ഉണ്ടായില്ല, യാതൊരു നടപടിയും ഉണ്ടായില്ല. ആ നടപടി ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ട് പാലക്കാട് നഗരത്തിലുള്ളവർക്ക് അനുഭവിക്കേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.